കമാൻഡോ പെറ്റ് ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 വീഡിയോയ്ക്ക് മുമ്പ് ഒരു ഓയിൽ ഉണ്ടാക്കുന്ന ദന്തപാലയുടെ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു സംഭവം ദന്തപാലയുടെ ഇല ഉപയോഗിച്ചുണ്ടാക്കുന്ന എണ്ണ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളുടെ ദന്തപാല മരം. സാധാരണ ഇതൊരു 10 മീറ്റർ ഉയരത്തിലൊക്കെയാണ് വളരുന്നത്. ദന്തപാല എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേരാണ്. ഇരുമ്പാല, അതുപോലെ വെമ്പാല, അയ്യമ്പാല, അജമാര, ശ്വേതകുടജ, ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ശാസ്ത്രീയ നാമം റൈറ്റിയോ ടിങ്കോറിയ എന്നാണ്. പിന്നെ നമ്മളുടെ ആവശ്യം ഇതിൻ്റെ ഇലകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട്, വേര് എല്ലാം ഔഷധമായിട്ടും ഇങ്ങനെയുള്ള ഓയിലും കാര്യങ്ങളും മറ്റു മരുന്നിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇല പറിക്കുമ്പോൾ ഇരുമ്പ് തൊടാതെ പറിക്കണമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈക്ക് ഒടിച്ചും ഇലകൾ ഊർത്തിയെടുത്തൊക്കെ പറിക്കുക. അതുപോലെ തന്നെ ഇത് എണ്ണ ഇടുന്ന അന്ന് നമ്മൾ എണ്ണ ഇതിന് വെയിലത്ത് വെക്കുന്ന ആ ദിവസം തന്നെ പറിക്കാൻ നോക്കുക, ഇല ഊർത്തിയെടുക്കുക. അതുപോലെ ഇല എടുക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കേടോ കാര്യങ്ങളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുഴുവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വളരെ ശ്രദ്ധിച്ച് അത് പറിച്ചെടുത്ത് കൈ കൊണ്ട് പിച്ചി ചീന്തി വേണം ഇത് പാത്രത്തിലിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് വെയിലത്ത് വെക്കുന്ന പാത്രത്തിലിടാൻ. നല്ല തണലും അതുപോലെ തന്നെ വർഷത്തിൽ ഒരു തവണ ഇലയൊക്കെ പൊഴിക്കുന്ന ടൈപ്പിലുള്ള ഒരു മരമാണ് നമ്മുടെ ദന്തപാല. ശരിക്കും എല്ലാം നോക്കി തിരിച്ച് പിച്ചി ചീന്തി പാത്രത്തിലേക്ക് ഇടുക, കീറി ഇടുക. അതിൻ്റെ തന്നെ ഒരു കമ്പും കൂടെ പറിച്ച് വെച്ചേക്കുക. നമുക്ക് ഇടയ്ക്ക് ഇളക്കാനോ കാര്യങ്ങൾക്കായിട്ട് മറ്റുള്ള ഒന്നും ഉപയോഗിക്കാതെ ഇത് തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എല്ലാ ദിവസവും വെയിൽ കൊള്ളിക്കാൻ വെക്കുമ്പോൾ ഇളക്കി വേണം ഇത് വെക്കാൻ. നമ്മൾക്ക് ഇതിൽ പ്രധാനമായിട്ടും ആവശ്യം വരുന്നതിലൊന്നാണ് ഇതിൻ്റെ കറ. അതാണ് നമ്മൾ അത് നിർമ്മിക്കാൻ തുടങ്ങുന്ന അന്ന് തന്നെ ഇത് പറിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പം ആ കറ അല്ലെങ്കിൽ നമ്മൾ തലേന്നൊക്കെ പറിച്ചു കഴിഞ്ഞാൽ കുറേ വേസ്റ്റായി പോകില്ല, ഉണങ്ങിയൊക്കെ പോകും. അതുപോലെ അത് വളരെ വൃത്തിയായിട്ട് 1 കിലോയ്ക്ക് 5 പിടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ 5 പിടി ഇല നമ്മൾ തിരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് അത് വീണ്ടും നമ്മൾ കൈകൾ കൊണ്ട് പിച്ചി ചീന്തി കീറി വലിച്ച്, ഇരുമ്പ് തൊടാതെ എന്ന് പറയുന്നതിൽ നമ്മളെല്ലാ ഭാഗത്തും അത് ശ്രദ്ധിക്കണം. അതുപോലെ അത് പിച്ചി ചീന്തിയിട്ട് നമുക്ക് എത്രയാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ 2 കിലോ ആണെങ്കിൽ 10 പിടി അതിനുള്ള നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ മനുഷ്യരുടെ താരനും സ്കിന്ന് കംപ്ലൈൻറ്റ്, ഫംഗസ് ഇൻഫെക്ഷൻ, കറുത്ത പാടുകൾ പോകാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ മനുഷ്യരുടെ ഉപയോഗത്തിനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. നമ്മൾ നായ്ക്കൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം കൂടി വരുത്തുന്നുള്ളൂ. ആ കൂടെ എക്സ്ട്രാ വരുത്തുന്ന വ്യത്യാസം കൂടിയേ ഉള്ളൂ. വലിച്ച് കീറിയിട്ട് എണ്ണ ഒഴിച്ച് അളന്നൊഴിച്ച് ശരിക്കും നന്നായിട്ട് ഇളക്കി മറിച്ച് അതിലേക്ക് അതിന് തന്നെ ഒരു കമ്പെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ആ കമ്പ് വെച്ച് തന്നെ ഇളക്കുന്നതാണ് എപ്പോഴും. ഇപ്പോൾ നാളെ എല്ലാ ദിവസവും 7 ദിവസമാണ് ഇത് വെയിൽ കൊള്ളിക്കേണ്ടത്. അപ്പോൾ ഈ 7 ദിവസവും നമുക്ക് ഇളകാനായിട്ട് ഈ കമ്പ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഓടിപ്പോയി നമ്മളറിയാതെ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരിക്കാനാണ്. വേറെ ഒന്നും ഇടാതെ ഇതൊക്കെ തന്നെ ആകുമ്പോഴത്തേനും അതിൻ്റെ കൂടെ സത്തത്തിൽ ഇറങ്ങിക്കോളുമല്ലോ. അതുപോലെ അതിന് ശേഷം ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ ഒരു തോർത്തോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മണ്ടഭാഗം വൃത്തിയായിട്ട് ഒരു മുണ്ടിൻ്റെ തേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരട് വെച്ചോ വലിച്ചു മുറുക്കി കെട്ടുക. അതിലേക്ക് വേറെ പ്രാണികളോ കാര്യങ്ങളോ ഒന്നും വന്ന് ചാടാതിരിക്കാൻ കൂടിയാണ്. എന്നിട്ട് വെയിലുള്ള ഭാഗത്ത് കൊണ്ടുവച്ച് വൈകുന്നേരം അല്ലെങ്കിൽ മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, എടുത്ത് മാറ്റുക. അതിന് പിറ്റേ ദിവസം വെയിൽ കൊള്ളിക്കുക. ഓരോ ദിവസവും വെയിൽ കൊള്ളിച്ച് നമ്മൾ എടുത്ത് വെക്കുന്നതിന് മുമ്പ് ശരിക്കും ഇളക്കിയിട്ട്
വീണ്ടും വെയിൽ കൊള്ളിക്കുക. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ എണ്ണ മാറ്റുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇത് നായ്ക്കൾക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പച്ചക്കർപ്പൂരമാണ് ഉപയോഗിക്കുന്നത്. ഈ പച്ചക്കർപ്പൂരം ഒരു കറക്റ്റായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് 2 കിലോയ്ക്ക് 100 രൂപയുടെ പച്ചക്കർപ്പൂരം മതിയാവും. അത് ഒരു ശകലം വെളിച്ചെണ്ണയിൽ ചൂടാക്കി വെളിച്ചെണ്ണയിലിട്ട് ലയിപ്പിച്ച് മിക്സ് ചെയ്ത് ഓയിലാക്കി അത് മാറ്റി തണുക്കാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി അതിനുശേഷം അത് കുപ്പിയിലാക്കി നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതായിട്ട് എളുപ്പമുണ്ട്. മനുഷ്യരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നതായിട്ട് ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് വീട്ടിൽ ഡോഗ്സ് ഉണ്ട്, നായ്ക്കളുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇത് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ 2 കിലോയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാര്യയും അമ്മയും കൊച്ചുമൊക്കെയാണ് അതിനകത്ത് നിൽക്കുന്നത്. നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കുക. ഈ രീതിയിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നാളെ ഇതുപോലെ എടുത്ത് വെക്കുമ്പം ഇളക്കിയിട്ട് വീണ്ടും എടുത്ത് വെക്കുക. അടിയിൽ കിടക്കുന്ന ഇലകൾ മേളിലാക്കുക, മേളിൽ കിടക്കുന്നത് അടിയിലോട്ടുമൊക്കെ പോകുക എന്ന് പറഞ്ഞ പോലെ ശരിക്കും ഇളക്കി വെയിൽ കൊള്ളാനായിട്ട് വീണ്ടും വെക്കുക. ഇത് നമ്മളിപ്പോൾ പിറ്റേ ദിവസം എടുത്ത് കെട്ടുകളഴിച്ച് ഇളക്കി വെക്കുന്നതിനായിട്ട് പിറ്റേ ദിവസം എടുത്തേക്കുന്നതാണ്. ഇപ്പോൾ അന്നേരം നമ്മൾ നോക്കാം, ഒറ്റ ദിവസം വെച്ചപ്പോൾ തന്നെ അതിൻ്റെ നിറം ഏകദേശം ഒരു മെറൂൺ കളറിൻ്റെ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അത് കാണാം, മെറൂൺ കളറ് ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. എന്നാൽ ഇലയുടെ പച്ച നിറമൊന്നും മാറിയിട്ടില്ല, പിറ്റേ ദിവസം തന്നെ ആയതുകൊണ്ടേ അത് ആ പച്ചപ്പൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് ഇച്ചിരിയുടെ ഡാർക്ക് കളറിലേക്ക് അത് വരും 7 ദിവസമാകുമ്പോൾ. ഇലകളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, അതിൻ്റെ അകത്ത് വേറെ പുഴുവോ പ്രാണികളുടെ മുട്ടയോ അതോ ഇതൊന്നും കണ്ടേക്കരുത്. അത് വേറെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അത് ഇൻഫെക്ഷനുള്ള രീതിയിലോട്ട് മാറും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധാരണ ഈ ചെടികളുടെ ഇലകളുടെ അടിയിലൊക്കെ ഇവർ കൂട് കൂട്ടുകയോ മുട്ടയിടുന്നൊക്കെ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. 7-ാം ദിവസമാകുമ്പം നമ്മൾക്ക് എടുത്ത് അതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ശരിക്ക് ഒന്ന് ഇളക്കി ഇപ്പോൾ കൊണ്ട് അപ്പോൾ നല്ല ഡാർക്ക് നിറത്തിലേക്കായിട്ടുണ്ടത്. മെറൂൺ കളർ നല്ലപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിപ്പം ഒരു കോട്ടൺ തുണിയിലേക്ക് വെച്ച് അരിച്ച് ശരിക്ക് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടി മൊത്തം ഒഴിച്ച് കിഴി പോലെ കെട്ടി ശരിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എണ്ണ ഇങ്ങ് പോരും. ഈ ഇലകൾ, ഫിഷിൻ്റെ ഇലകൾ നമുക്ക് ഇവരുടെ നായ്ക്കളുടെയൊക്കെ ആണെങ്കിലും ബോഡിയിലൊക്കെ തൂത്ത് പിടിപ്പിക്കാം. അത് വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമില്ല. തൂത്ത് പിടിപ്പിച്ച് വിടാം. പിന്നെ ഇത് സ്കിൻ ഡിസീസൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇവരുടെ ശരീരത്ത് ഇത് തേച്ച് പിടിപ്പിച്ച് വിടുവാണെങ്കിൽ താരനോ ചെള്ളോ മറ്റുള്ള ഫംഗസ് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നായ്ക്കൾക്ക് ഉണ്ടാകത്തില്ല. ഈ ആവശ്യം സ്കിൻ ഡിസീസ് വരുമ്പോൾ മാത്രമല്ല, അല്ലാതെ ആണെങ്കിലും നമുക്കിതൊരു നല്ലൊരു ഇവരുടെ ഒരു സ്കിന്നും ഹെയറിനും നല്ലൊരു ഓയിലായിട്ട് ഇത് ഉപയോഗിക്കാം. സ്കിൻ കെയർ ഓയിലായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഓയിലിനകത്ത് നമ്മളിപ്പം എടുത്തതിന് ശേഷമുള്ളത് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ കൊറിയർ അയച്ച് തരാം കേട്ടോ. അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം മതിയാവും.
നമ്മളിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ചെറിയ ബോട്ടിൽ വല്ലതും വെച്ചാൽ മതിയല്ലോ, 100-200 മില്ലി വല്ലതും വെച്ചാൽ മതിയല്ലോ. ബാക്കിയൊക്കെ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ ഫാം നടത്തുന്നവർക്ക് കൂടെ കൊടുക്കാനാണ്. അവർക്ക് കൊടുത്തതിന് ശേഷവും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ വല്ല സ്കിൻ ഡിസീസോ കംപ്ലയിൻറ്റോ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് കൊറിയർ അയച്ചു തരാം. അഡ്രസ്സ് ഇട്ട് തന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇലകൾ ഇപ്പോൾ 7 ദിവസമായപ്പോഴത്തേനും വേറൊരു കളറിലേക്കൊക്കെ ആയി ഉണങ്ങി. ശരിക്കും അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഡാർക്ക് കളർ മെറൂൺ കളറിലോട്ട് വന്നു. ഇത്രയുമാണ് മനുഷ്യരുടെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നായ്ക്കൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇനിയാണ് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പച്ചക്കർപ്പൂരം മിക്സ് ചെയ്ത് ചേർക്കേണ്ടത്. നായ്ക്കൾക്കത് കൂടുതൽ ഗുണം ചെയ്യും. സ്കിൻ ഡിസീസ് ഉള്ള അവർക്കത് മതി. അല്ലാതെ സ്കിൻ കെയർ ആയിട്ട് ഉപയോഗിക്കുന്ന നായ്ക്കൾക്കായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കർപ്പൂരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ നന്ദി, നമസ്കാരം.